സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഇനംസ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഇനംസ്? ഇനംസ് എന്ന് വെച്ചാൽ ഒരു വേരിയബിളിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സാധാരണ വേരിയബിളിന് ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇതിൽ വെച്ചാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും നമ്മൾ വേരിയബിളിന്. അപ്പം വി എസ് കോഡിൽ പോയി കാണിച്ചാൽ എന്താണെന്ന് വി എസ് കോഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരു ഇനം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിന് ടോപ്പിൽ പോകണം. നമ്മൾ ഇനം ക്രിയേറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് ഇനം മുകളിൽ ക്രിയേറ്റ് ചെയ്യാം, താഴത്ത് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കലും മെയിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യല്ലോ. ഓക്കെ, അത് സിൻടാക്സ് ആണ്. ഇനം ഇനത്തിൻ്റെ പേര് എക്സാമ്പിൾ കൊടുക്കുന്ന ഡയറക്ഷൻ അപ്പ് ഡൗൺ. ഓക്കെ, അപ്പം ഇനം ക്രിയേറ്റ് ചെയ്ത് ഇതിനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ സാധനം ചെയ്യണം. നമ്മൾ സ്ട്രക്ചർ ചെയ്ത സാധനം ഡിറൈവ് ഡീബഗ്. ഓക്കെ, ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ലെറ്റ് എ ഈക്വൽ ടു നമ്മുടെ ഇനത്തിൻ്റെ പേര്. ഇനം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, നമ്മുടെ കോളൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഗെറ്റ് ഡൗൺ കണ്ട ഇങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന്, എന്തിനാ ഇനംസ് ഉപയോഗിക്കുന്ന കുറേ ഡൗട്ട് വരും. ഇനം സിമ്പിൾ സാധനമാണ്, ഇത്രേ ഉള്ളൂ. പിന്നെ ഇല്ല റസ്റ്റിനെ വെച്ചുകൊണ്ട് പവർഫുൾ ആകാൻ പറഞ്ഞത് എന്താണെന്ന് കാരണം ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിക്കുന്ന റീസൺ എന്താ, വൈ. മെയിനായിട്ട് നിങ്ങൾ എക്സാം ഇതിൻ്റെ പകരം എനിക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോരെ. ലൈക്ക് ലെറ്റ് ബി ഈക്വൽ ടു സ്ട്രിങ് ഡൗൺ. വൈ ഇങ്ങനെ ചെയ്താൽ പോരെ. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് സേഫ്റ്റി ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡയറക്ഷൻ വേരിയബിൾ എടുത്താൽ അതിന് പല പല സ്റ്റേറ്റ്സ് ഉണ്ടാവും. അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്. ഫിക്സ്ഡ് അല്ല, ഇതിനും വരാം. അതിൻ്റെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇനം ക്രിയേറ്റ് ഫിക്സ്ഡ് സാധനം വെച്ചെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂസ് ഫിക്സ്ഡ് ലിസ്റ്റിൽ മാത്രമേ ആവാൻ പറ്റുള്ളൂ. എനിക്ക് അപ്പ് ആവും ഡൗൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആവും, പക്ഷെ വേറെ ഡയറക്ഷൻ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ ചെയ്യുവാണെങ്കിൽ എനിക്ക് വേറെ ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ ഒന്നും ഇല്ല. ഇപ്പം എന്ത് എറിങ് കൊടുത്ത് ഞാൻ കൊടുക്കാം. പക്ഷേ എന്നെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ ഉപയോഗം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അൺവാണ്ടഡ് ഡാറ്റ നമ്മൾ ആഡ് ചെയ്യാനുള്ള അറിയാതെ ഡാറ്റ സെറ്റ് അടിച്ചാലും ഇത് കമ്പൈൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ നോക്കിയാൽ അത് എറർ വരും. നമ്മൾ കമ്പൈൽ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഉപയോഗം. അപ്പോൾ ഫസ്റ്റ് റീസൺ പറഞ്ഞാൽ എന്താ, സേഫ്റ്റിയാണ്. നമ്മൾ ഇതിലുള്ള വാല്യൂസ് മാത്രം ഒരു ലിസ്റ്റ് എടുത്തു, ഫിക്സ്ഡ് ലിസ്റ്റാണ്. ഈ ലിസ്റ്റിലുള്ള വാല്യൂസ് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇപ്പം ഞാൻ ഡൗൺ അടിക്കുന്നെല്ലാം പറ്റിയ സാധനം. ഇപ്പം ഞാൻ ഡൗൺ അടിക്കുമ്പോൾ എക്സ്ട്രാ എന്നെ അടിച്ചു ഞാൻ. അപ്പോൾ എന്ത് വെച്ചാൽ എററായി. കാരണം നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ടാവും. ഇഫ് ലൈക്ക് ഇങ്ങനെ കണ്ടീഷൻ ഇഫ് ബി ഈക്വൽ ടു ഡൗൺ ആണെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറയും നമ്മൾ. ഓക്കെ, പക്ഷേ നമ്മളിവിടെ കൊടുത്ത വാല്യൂ തെറ്റായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കമ്പൈൽ ചെയ്യില്ല. അപ്പോൾ എറർ വരും. പക്ഷേ ഇതിൻ്റെ പകരം നമ്മൾ ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ആണ് കമ്പാരിസൺ. സാധാരണ നമ്മൾ ഇപ്പോൾ ബി ഈക്വൽ ടു ഡൗൺ എടുത്ത് വെച്ചോ, നമുക്ക് എന്ത് കമ്പയർ ചെയ്യുക. ബി ഡൗൺ ആണെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറയും ഞാൻ. ഇത് സാധാരണ വർക്ക് ചെയ്യും. പക്ഷേ ഇതിലിങ്ങനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ അറിയാം നമുക്ക്. നമ്മൾ ഇത് ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ബി അല്ലേ, ബി ഈക്വൽ ഫസ്റ്റ് ഈ ബിത്തെ ഡി എടുക്കും ഫസ്റ്റ് ലെറ്റർ, എന്നിട്ട് ഇതിത്തെ ഡി ആയിട്ട് കമ്പയർ ചെയ്യും. ഈ ഒ എടുക്കും, ഇതിൻ്റെ ഒ ആയിട്ട് കമ്പയർ ചെയ്യും, ഡബ്ല്യു ആയിട്ട് അങ്ങനെ ഓരോ ലെറ്റർ ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിലെന്താ വെച്ചാൽ ബാക്ക് എൻഡിൽ ഇൻറ്റേർണലി ഇതിനൊരു വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഡൗണിന് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. ഡൗൺ ഇപ്പോൾ ഇൻറ്റേർണൽ ബാക്ക് എൻഡ് ഡൗൺ ഈക്വൽ ടു 1 അല്ല ഡൗൺ ഈക്വൽ ടു 2 വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. എല്ലാത്തിനും വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതിന് 0 ആയിരിക്കും, ഇതിന് 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ഉപയോഗിച്ച് എക്സാമ്പിൾ നോക്കും ബി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൽ കമ്പയർ ഇങ്ങനെ നമ്മൾ ബി ഈക്വൽ ടു ഡയറക്ഷൻ ഡൗൺ. അപ്പോൾ ഇതെന്ത് ഈ കേസിൽ അത് അതിൻ്റെ നമ്പർ കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ബി അല്ലെങ്കിൽ എ കൊടുക്കട്ടെ, ഇതിൻ്റെ നമ്പർ കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ എന്താ, ചിലപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്തെങ്കിലും 0 ആയിരിക്കും. അപ്പോൾ 2 ഈക്വൽ 0 ആണെങ്കിൽ ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഫാസ്റ്റ്. നേരത്തെ നമ്മൾ ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് റീഡ് ചെയ്തത്. പക്ഷേ ഇതിൽ നമ്പറാണ് കമ്പയർ ചെയ്യുന്നത്. ഈച്ച് ഈ വാല്യൂസിന് ഒരു നമ്പർ അസൈൻ ചെയ്യുന്നുണ്ട്. ആ നമ്പർ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ എറർ എന്താ വെച്ചാൽ സാധനം ഡിറൈവ് ആയിട്ടുണ്ടാകുന്ന ഇത് നിങ്ങൾക്ക് സാധാരണ ഇത് ഇഫ് വെച്ച് ചെയ്യാം, മാച്ച് വെച്ച് നമ്മൾ ചെയ്യാറ് ഈ കേസിലൊക്കെ. അതിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഫ് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഡിറൈവ് പാർഷ്യൽ ഈക്വലിറ്റി. ഓക്കെ, ഇങ്ങോട്ടും പ്രശ്നമില്ല, വർക്ക് ചെയ്യും. ഓക്കെ, ഈ ഇനത്തിൽ ഇഫ് വെച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യില്ലെങ്കിൽ ഈ സാധനം ഡിറൈവ് ചെയ്യണം. അല്ലെങ്കിൽ മാച്ച് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനംസിൻ്റെ മെയിൻ യൂസേജ്. പക്ഷേ റസ്റ്റ് ഈസ് അഡ്വാൻസ് ഇനം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇനംസിന് വാല്യൂ എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഇനംസിന് ഞാൻ കൊടുക്കാം, പിന്നെ ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കാം. എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ I32
സിമ്പിൾ വെറുതെ കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ സ്ട്രിങ് കൊടുക്കാം, ആൻഡ് സ്ട്രിങ് കൊടുക്കാം. രണ്ട് വാല്യൂ കൊടുത്ത് ഇതിനും കൊടുക്കാം, പക്ഷേ രണ്ടും കൊടുക്കുള്ളൂ. ഇപ്പം അത് എന്ത് ചെയ്യാം, എനിക്കിന്ന് വാല്യൂസ് എന്ത് ചെയ്യാം, എക്സാമിന് കൊടുക്കുകയാണ് ഞാൻ ജാക്ക് കണ്ട. അതുപോലെ റൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, സീന്ന് കൊടുക്കാം. ഇതിൻ്റെ എന്താ അപ്പിൽ നമുക്ക് എന്താ കാരണം എറർ വന്നു. ഇപ്പം ഞാൻ തെറ്റ് പേടിച്ചപ്പോൾ എറർ വന്നിട്ടുണ്ടാ. അപ്പോൾ കമ്പയർ ആവില്ല, പക്ഷെ മറ്റേ തന്നെ കമ്പയർ ആയാനെ. അത് നമ്മളിവിടെ നമ്പർ ഇവിടെ നമ്മൾ ഓക്കെ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്ത് എന്താ I32 ആണ്. അപ്പോൾ നമ്പർ കൊടുക്കണം. ഒക്കെ ഒരു എറർ കാണിക്കുന്നത് ലൈഫ് ടൈം കൊടുക്കുന്നതാണ്. അപ്പോൾ ലൈഫ് ടൈം കൊടുക്കാതെ നിങ്ങളിപ്പം കൺഫ്യൂഷൻ ആക്കാനുള്ള ലൈഫ് ടൈമിൻ്റെ വേറെ വീഡിയോ എടുത്ത് പഠിപ്പിച്ചു. ലൈഫ് ടൈംസ് ഉണ്ട്, ഇച്ചിരി മനസ്സിലായി കൺഫ്യൂസ് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാനുള്ള ലൈഫ് ടൈം സാധാ സ്ട്രിങ് കൊടുക്കാം. ഇവിടെ 2 സ്ട്രിങ് ഉപയോഗിക്കേണ്ടി വരും. കേവ് പ്രശ്നമില്ല, അപ്പോൾ കറക്റ്റായി. ഇനി വാല്യൂ ആക്സസ് ചെയ്യാൻ ചെയ്യാൻ ലൈക്ക് എയും സി ആക്സസ് ചെയ്യാം. കണ്ട. അപ്പം ഇതാണ് റസ്റ്റിനെ വെച്ച് പവർഫുൾ. സാധാ ഇനം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് റസ്റ്റിൻ്റെ ഇനത്തിലേക്ക് ഒരു ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് റസ്റ്റിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ള ഇനത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി വിചാരിക്കുന്ന ഇനംസ് എന്താണെന്ന് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ മൾട്ടിപ്പിൾ വേരിയൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനമാണ് ഫിക്സ്ഡ് വാല്യൂസ്. മൾട്ടിപ്പിൾ ഫിക്സ്ഡ് വാല്യൂ ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഞാൻ പറയാം. ഒരു വേരിയബിളിന് മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനംസ് ഉപയോഗിക്കും. ഇപ്പം മെയിനായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരില്ല, കമ്പാരിസൺ ഫാസ്റ്റ് ആയിരിക്കും, അങ്ങനെ കുറേ ഉപകാരമുണ്ട്. അപ്പം അതിൻ്റെ ഇനം ഉപയോഗിക്കണം. കുറേ കൺഫ്യൂഷൻ ടോപ്പിക്കാണ്. ഇനം പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് ആരും പറയാം, വെറുതെ പറയാറുള്ളൂ ഫിക്സ്ഡ് വാല്യൂസ് മാത്രം, പക്ഷേ എക്സാക്റ്റ് യൂസ് പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഇന്നത്തെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.